മലയാളത്തിൻ്റെ പ്രിയ നായികയാണ് മഞ്ജു വാര്യർ. 1995 മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് സല്ലാപം, തൂവൽ കൊട്ടാരം, കളിവീട്, ഈ പുഴയും കടന്ന്, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, കളിയാട്ടം, കന്മദം, ദയ, സമ്മറിൻ ബദലഹേം, പത്രം, കണ്ണെഴുതിപ്പൊട്ടം തൊട്ട് തുടങ്ങി ചിത്രങ്ങളിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മഞ്ജു വാര്യർ വെള്ളിത്തിരയ്ക്ക് അവിസ്മരണീയമാക്കി. സിനിമയിൽ സജീവമായിരുന്ന സമയത്താണ് മഞ്ജുവിൻ്റെ വിവാഹം കഴിയുന്നതും പിന്നീട് അഭിനയ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഇടവേളയെടുക്കുന്നതും. 15 വർഷങ്ങൾക്ക് ശേഷം റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചു വരികയാണ് മഞ്ജു വാര്യർ പിന്നീട് ചെയ്തത്. ഇന്ന് ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗം കൂടിയാണ് മഞ്ജു വാര്യർ. ഇപ്പോഴത്തെ സന്തോഷ് ശിവൻ ചിത്രം ജാക്ക് ആൻഡ് ജീൻ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ. ഒരു അയൺ ബോക്സ് വെച്ച് തൻ്റെ തലക്കടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ ഡമ്മി അയൺ ബോക്സ് ആണ്, പക്ഷേ അതിൻ്റെ വയറും അതിൻ്റെ പിന്നും ഒറിജിനലായിരുന്നു. ആക്ഷൻ പറഞ്ഞപ്പോൾ അയൺ ബോക്സ് വെച്ച് വില്ലൻ വേഷം ചെയ്യുന്നയാൾ അടിച്ചു, പക്ഷേ ആ വയർ ചുറ്റി വന്ന് എൻ്റെ നെറ്റിയിലിടിച്ചു. അപ്പോൾ ഇടി കിട്ടിയതിന് ഞാൻ ശരിക്കും വീഴണം. അങ്ങനെ വീണപ്പോഴാണ് കാണുന്നത് നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ടെന്ന്. കട്ട് പറയും വരെ ഞാൻ പിടിച്ചു നിന്നു. കട്ട് പറഞ്ഞ ഉടൻ ഞാൻ എഴുന്നേറ്റു. എല്ലാവരും ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. വില്ലൻ്റെ വേഷം ചെയ്യുന്ന ആൾക്ക് കുറേ നാൾ ഭയങ്കര കുറ്റബോധമായിരുന്നു. അതായത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ നല്ല രീതിയിൽ എടുക്കുക എന്നതാണ് കാര്യം. തെറ്റുകൾ ആർക്കു വേണമെങ്കിലും പറ്റും. ആ ടൈമിംഗ് പ്രശ്നമാണ് എല്ലാത്തിനും കാരണം. 6-ാം തമ്പുരാൻ സിനിമയിൽ ചിത്രയെ തല്ലുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ശരിക്കും അടിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ടൈമിംഗ് പ്രശ്നങ്ങൾ തുടക്കകാലത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് മഞ്ജു വാര്യർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ഫൂട്ടേജ് ആണ് മഞ്ജുവിൻ്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രം. നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരുടെ ചിത്രത്തിലാണ് മറ്റു താരങ്ങൾ. കൂടാതെ പൃഥ്വിരാജ്, മോഹൻലാൽ ചിത്രം എമ്പുരാൻ, വെട്രിമാൻ ചിത്രം വിടുതലെ പാർട്ട് 2, രജനീകാന്ത്, TJ ജ്ഞാനവേൽ ചിത്രം വേട്ടയാൽ തുടങ്ങി നിരവധി ഗംഭീര പ്രൊജക്റ്റുകളാണ് മഞ്ജു വാര്യരുടേതായി പുറത്തിറങ്ങാനുള്ളത്. ഇതിനെല്ലാം കൂടി എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്.